Dear students, today we are discussing Fourier transform. Fourier transform 1. This is for KTU S2 students, that is MAT 102 Module 5, 2019 admission onwards. Fourier integral. Fourier integral S2 students പഠിക്കാനേ ഉള്ളൂ. S4 students Fourier integral അവർ S2 ൽ പഠിച്ചതാണ്. S4 students ഇതിന്റെ ഇൻട്രഡക്ഷൻ മാത്രം കേട്ടാൽ മതി. ഇതിന്റെ അത് പരീക്ഷയ്ക്കുണ്ടാവില്ല. പക്ഷെ S2 സ്റ്റുഡൻസിന് ഫുറിയർ ഇന്റഗ്രലിൽ നിന്നും പരീക്ഷയ്ക്കുണ്ടാവും. റിവ്യൂ ഓഫ് ദ പ്രീവിയസ് സെമിസ്റ്റർ. S2 സ്റ്റുഡൻസ് S1 ൽ പഠിച്ച ഇത് നമ്മൾ ഒന്നുകൂടെ റിവ്യൂ ചെയ്യാണ്. S4 സ്റ്റുഡൻസ് S2 ൽ പഠിച്ചു. റെപ്രസെന്റേഷൻ ബൈ എ ഫുറിയർ സീരീസ്. എങ്ങനെയാണ് ഫുറിയർ സീരീസ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലെറ്റ് fx be a periodic with period 2l and piecewise continuous interval minus l less than or equal to x less than or equal to l. Furthermore, let fx have a left hand derivative and right hand derivative at each point of the interval. Then fx has a Fourier series expansion f of x equal to a0 by 2. This is 2. a0 by 2 sigma n equal to 1 to infinity an cos n pi x by l plus bn sin pi x by l for all points where f is continuous. എന്ന് പറഞ്ഞാൽ fx ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. പീരിയഡ് 2l ആണ്. പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് ചില പോയിന്റിലൊക്കെ ജമ്പ് ഉണ്ടാകാം, ചില ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ ജമ്പ് ഉണ്ടാകാം. പക്ഷെ ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ജമ്പ് ഉണ്ടെങ്കിലും അവിടെയെല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഉണ്ടായിരിക്കണം. എല്ലാ പോയിന്റിലും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഉണ്ടാകാം. എഫ് പീരിയോഡിക് ആണ്, പീരിയഡ് 2l ആണെങ്കിൽ ഈ ഫംഗ്ഷന് ഒരു ഫുറിയർ എക്സ്പാൻഷൻ ഉണ്ടാവും. ആ ഫുറിയർ എക്സ്പാൻഷൻ ആണിത്. എല്ലാ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിലും എക്സ് ഒരു കണ്ടിന്യൂസ് പോയിന്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ഹാഫ് എ നോട്ട് പ്ലസ് സിഗ്മ n equal to 1 to infinity an cos n pi x by l plus bn sin pi x by l for all point where f is continuous. f കണ്ടിന്യൂസ് അല്ലാത്ത സ്ഥലത്ത് f കണ്ടിന്യൂസ് അല്ലാത്ത സ്ഥലത്ത് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ കൂടെ ആവറേജ് എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എ നോട്ട്. ദിസ് ഹാഫ് എ നോട്ട് പ്ലസ് n equal to 1 to infinity സം ഓഫ് ദ സീരീസ്. ഈ സം ഓഫ് ദ സീരീസ് ആയിരിക്കും അറ്റ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഒന്നും കൂടെ പറയാം. എഫക്ട്സ് പീരിയോഡിക് ആണ് വിത്ത് പീരിയഡ് 2l ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിലൊക്കെ എഫക്ട്സിന് ഒരു ഫൂറിയർ എക്സ്പാൻഷൻ ഉണ്ടാവും. ആ ഫൂറിയർ എക്സ്പാൻഷന്റെ ഫോർമുലയാണ്. കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റിൽ ഈ ഫൂറിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ കൂടെ ആവറേജ് ആയിരിക്കും. എ നോട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ നോട്ട്? എ നോട്ട് ഈക്വൽ ടു 1 by l minus l to l f of x dx ഉം an equal to 1 by l minus l to l f of x cos n pi x by l dx and bn equal to 1 by l minus l to l f of x sin pi x by l dx n equal to 1 to. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എക്സാമ്പിൾ: പീരിയോഡിക് റെക്ടാങ്കുലർ വേവ് f of x equal to minus k minus 2 less than or equal to x less than x less than 0 എന്നൊരു എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മൈനസ് കെ ആയിരിക്കും. ഇതാണ് മൈനസ് കെ ആയിരിക്കും. minus 2 less than x less than 0 ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് കെ ആയിരിക്കും. ദിസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു കെ 0 to 2. ഇനി 2 to 4 പീരിയോഡിക് വിത്ത് പീരിയഡ് ഇതിന്റെ പീരിയഡ് l equal to 12 പീരിയഡ് 2l ആണ്. 2l എന്ന് പറഞ്ഞാൽ 4 ആണ്. -2 + 2. അത് കഴിഞ്ഞാൽ പിന്നെ 2 to 4 ഇതായിരിക്കും. 4 to 6 ഇതായിരിക്കും.
ആൻഡ് സോ ഓൺ. അപ്പൊ ഇത് പീരിയോഡിക് വിത്ത് പീരിയഡ് 4 ആണ്. ഇതാണ്, ഇതിനെയാണ് നമ്മൾ പീരിയോഡിക് റെക്ടാംഗുലർ കർവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പീരിയോഡിക് റെക്ടാംഗുലർ കർവ്, ഈ എഫ് ഓഫ് എക്സിന് ഒരു ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. അത് നമ്മൾ പ്രീവിയസ് സെമ്മിൽ പഠിച്ചതാണ്. അതിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ പ്രീവിയസ് സെമ്മിൽ പഠിച്ചപ്പോൾ അതിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, ഈ പീരിയോഡിക് റെക്ടാംഗുലർ വേവിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എ നോട്ടും എ എന്നും ബി എന്നും കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4k by pi sin pi x by 2x plus 1/3 sin 3 pi by 2x plus 1/5 sin 3 pi by 2x plus so on plus 1/7. ഇതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്. ഇല്ല, കണ്ടിന്യൂസ് അല്ലാതെ പോയിന്റ് അതിന്റെ ഫോർ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 0, ഇതാണ് ഇവിടെ എക്സ് ഈക്വൽ ടു 0യിലും എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് ഈക്വൽ ടു 0യിലും എക്സ് ഈക്വൽ ടു -2ലും +2ലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്. അപ്പൊ ഈ സം ഓഫ് ദ സീരീസ് കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെയും ആവറേജ് ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെയും ആവറേജ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയ പോയിന്റില് ഈ ഫംഗ്ഷന്റെ സം ഇതായിരിക്കും. ഡിസ്കണ്ടിന്യൂസ് ആയ പോയിന്റിൽ ഈ ഫംഗ്ഷന്റെ സം ഇതായിരിക്കും. ആ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ലെഫ്റ്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഇതിന്റെ പാർഷ്യൽ സം ഇതാണ് നമ്മള് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ ഈ പീരിയോഡിക് റെക്ടാംഗുലർ കർവിനെ, റെക്ടാംഗിൾ വേവിനെ നമുക്ക് ഫൊറിയർ സീരീസ് ആയിട്ട് എഴുതാമെന്നാണ് പറയുന്നത്. ഇതാണ് അതിന്റെ ഫൊറിയർ എക്സ്പാൻഷൻ. ഈ ഫൊറിയർ എക്സ്പാൻഷന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് S1. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ടേം, പാർഷ്യൽ സമ്മിന്റെ ഫസ്റ്റ് ടേം. ദാറ്റ് ഈസ് ആ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ S1 4k by pi sin pi by 2x. ഇതിന്റെ സെക്കൻഡ് പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 എണ്ണത്തിന്റെ സമ്മാണ്. സെക്കൻഡ് പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ ഇതാണ്, ദാറ്റ് ഈസ് ദിസ്. തേർഡ് പാർഷ്യൽ സം എന്ന് പറയുന്നത് ഇതാണ്, തേർഡ് പാർഷ്യൽ സം ആൻഡ് സോ ഓൺ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാർഷ്യൽ സം S1. അപ്പൊ നമ്മള് ഈ പാർഷ്യൽ സം എല്ലാം ഈ ഫൊറിയർ എക്സ്പാൻഷനിലേക്ക് കൺവേർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഫസ്റ്റ് പാർഷ്യൽ സമ്മിന്റെ ഫംഗ്ഷന്റെ കർവ് S1 എന്ന് പറഞ്ഞാൽ ഇതാണ് S1 എന്ന് പറയുന്ന കർവ്. ഇതാണ് സൈൻ കർവാണ്. ഇത് -π ആണ്, ഇത് +π ആണ്, ഇത് -2 +2 +2. ഇതാണ് ഫസ്റ്റ് S1. ഇതാണ് S2 ആകുമ്പോഴത്തേനും S1 S2 ഇതാണ് S2ന്റെ കർവ്. S3 ആകുമ്പോഴത്തേനും ഇതാണ് S3യുടെ കർവ്. S4 ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ S4 ആയപ്പോഴത്തേനും കർവ് ഇങ്ങനെയായി. ഫോർത്ത് പാർഷ്യൽ സം. ഫസ്റ്റ് പാർഷ്യൽ സം സൈൻ കർവ് തന്നെയാണ്. സെക്കൻഡ് പാർഷ്യൽ സം ഇത്, തേർഡ് പാർഷ്യൽ സം ഇത്, ഫോർത്ത് പാർഷ്യൽ സം ഇത്. അത് കുറെ അങ്ങ് പോകുമ്പോൾ ഈ പാർഷ്യൽ സം എന്ത് ചെയ്യും? ഈ ഫൊറിയർ സീരീസ് തന്നിരിക്കുന്ന പീരിയോഡിക് റെക്ടാംഗുലർ കർവായി മാറും. ഇതാണ് ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. വൺസ് മോർ, ദാറ്റ് ഈസ്, ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊരു പീരിയോഡിക് റെക്ടാംഗുലർ വേവ് ആണ്. ഇത് പീരിയോഡിക് വിത്ത് പീരിയഡ് 4 ആണ്. ദാറ്റ് ഈസ് -2 +2 ഈ കർവ് ഇത്. ദെൻ 2 to 4, 4 to 6 ഇതാണ് ഈ പീരിയോഡിക് കർവ്, പീരിയോഡിക് റെക്ടാംഗുലർ വേവ്. ഇത് പീരിയോഡിക് ആയതുകൊണ്ട് ഇതിനൊരു ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഇതാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിൽ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഇതാണ്. ഇതിന്റെ ഈ ഫോറിയർ സീരീസ് എക്സ്പാൻഷന്റെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ S1 ആണ്. ആ S1ന്റെ കർവാണിത്. ഈ ഫോറിയർ സീരീസ് എക്സ്പാൻഷന്റെ സെക്കൻഡ് അപ്രോക്സിമേഷൻ ഇതാണ്. അതിന്റെ കർവ് ഇതാണ്. ഇതിന്റെ തേർഡ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ S3 ആണ്. അതിന്റെ അപ്രോക്സിമേഷൻ ഇതാണ്. ഈ ഫൊറിയർ സീരീസിന്റെ ഫോർത്ത് അപ്രോക്സിമേഷൻ ഇതാണ്. അപ്പൊ അപ്രോക്സിമേഷൻ കൂടുന്തോറും ഈ ഫൊറിയർ സീരീസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പീരിയോഡിക് റെക്ടാംഗുലർ കർവിലേക്ക് കൺവേർജ് ചെയ്യും. ഇതാണ് പീരിയോഡിക്. n ലാർജ് ആവുമ്പോൾ, S∞ ആകുമ്പോൾ, ഈ ഫൊറിയർ സീരീസ് എക്സ്പാൻഷന്റെ അപ്രോക്സിമേഷൻ ലാർജ് ആവുമ്പോൾ അത്
പീരിയോഡിക് റെക്ടാങ്കുലർ വേവ് ആയി മാറും. ഇതാണ് ഫൂറിയർ എക്സ്പാൻഷൻ, ഫൂറിയർ സീരീസ് റെപ്രസെന്റേഷൻ. ഓക്കെ, നമുക്കിനി ഫൂറിയർ ഇന്റഗ്രൽ പിടിക്കാം. ദെൻ ഫൂറിയർ ഇന്റഗ്രൽ മുതൽ S2 കാർക്ക് പഠിക്കാനുള്ളതാണ്. തിയറം, ഫൂറിയർ ഇന്റഗ്രൽ തിയറം. If fx is piecewise continuous in every finite interval and has a right hand derivative and left hand derivative at every point, and if the integral minus infinity to infinity mod f of x dx exists, then fx can be represented by Fourier integral f of x equal to this. എന്ന് പറഞ്ഞാൽ fx piecewise continuous ആണ്. That means finite പോയിന്റിലെല്ലാം ജമ്പ് ഉണ്ടാകാം. fx piecewise continuous ആണ്. ജമ്പ് എല്ലാ പോയിന്റിലും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് പോയിന്റിലും ജമ്പ് ഉള്ള പോയിന്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് ദിസ് fx ക്യാൻ ബി റിട്ടൺ ദ ഫുറിയർ ഇന്റഗ്രൽ ഫോം. fxനെ ഫുറിയർ ഇന്റഗ്രൽ ഫോമിൽ എഴുതാമെന്നാണ് പറയുന്നത്. where f of x equal to 0 to infinity a omega cos omega x plus b omega sin omega x b omega. w എന്നാണ് എഴുതുന്നതെങ്കിലും പ്രൊനൗൺസ് ചെയ്യുക ഒമേഗ എന്നാണ്. ദാറ്റ് ഈസ് a omega is equal to, ഇതിന്റെ a omega equal to 1 by pi minus infinity to infinity f of v. ഈ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ v എഴുതും. cos omega v dv b omega is equal to this. At a point where fx is continuous, the value of the Fourier integral equal to the average of the left hand and right hand limit of fx at the point. എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് ആകുന്ന പോയിന്റിൽ ഈ സീരീസിന്റെ സമ്മ് f of x minus plus f of x plus by 2 എന്നാ പറയുന്നത്. ആവറേജ് ഓഫ് ദ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. Example 1. Sine pulse or sine integral or Dirichlet discontinuous factor എന്നൊക്കെ പറയും. Find the Fourier integral representation of the function f of x equal to 1 mod x less than 1 and equal to 0 mod x greater than 1. ഇതാണ് സിമ്പിൾ പൾസ് അല്ലെങ്കിൽ ഇതിന്റെ -1നും +1നും ഇടയിൽ f of x ന്റെ വാല്യൂ 1 ആണ്. ഇതാണ് f of x ന്റെ വാല്യൂ 1 ആണ്. ഈ ഹൈറ്റ് 1 ആണ്. അല്ലാത്തടത്തൊക്കെ ഔട്ട്സൈഡ് ദിസ് 0 ആണ്. -1നും +1നും ഇതിന് ഇതാ ഈ -1നും +1നും ഇത് അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഫുറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കണം. f of x ന്റെ ഫുറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഇതാണ് f of x ന്റെ ഫുറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. ആദ്യം നമ്മൾ a ഒമേഗ കാണണം. a ഒമേഗയുടെ ഫോർമുല ഇതാണ് 1 by pi minus infinity plus f of v cos v dv cos omega v dv 1 by pi minus infinity plus infinity എന്ന് പറഞ്ഞാൽ ഇവിടെ -1 മുതൽ +1 വരെയുള്ളൂ ഇതിന് വാല്യൂ. ബാക്കിയുള്ളിടത്തൊക്കെ 0 ആണ്. അതുകൊണ്ട് നമ്മൾ -infinity plus infinity എന്നുള്ളത് -1 + 1 ആക്കി. f of v യുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് ഇവിടെ 1. then cos omega v dv f of v 1 ആണ്. കാരണം ഈ f of x ന്റെ വാല്യൂ 1 ആണ്. ഈ -1 + 1. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു v കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. കോസ് ഒമേഗ വിയുടെ ഇന്റഗ്രൽ സൈൻ ഒമേഗ വി ബൈ ഡബ്ല്യു. അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് -1 കൊടുത്തു കഴിഞ്ഞാൽ a ഒമേഗ ഇത് കിട്ടും. a ഒമേഗ. then b ഒമേഗ ഇതാണ്. b ഒമേഗ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ വിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് ഒമേഗ വി ബൈ ഒമേഗ ആയിരിക്കും അതിന്റെ ഈക്വൽ ടു 0. അപ്പൊ b ഒമേഗ ഇല്ല. ഇവിടെ സൈൻ ഒമേഗ a ഒമേഗയേ ഉള്ളൂ. a ഒമേഗ എന്ന് പറയുന്നത് ഇതാ f of x equal to 2 by ഇതാ a ഒമേഗ എന്ന് പറയുന്നത് ഇതാണ് a ഒമേഗ. അപ്പൊ 2 by pi ഒമേഗ ഇതാണ് പൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ഇതാണ് 2 by pi സൈൻ ഒമേഗ ബൈ ഒമേഗയാണ് aw കോസ് ഒമേഗ എക്സ് ഇതാണ് f of x ന്റെ ഫുറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. ഇതാണ് f of x ന്റെ ഫുറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. ഈ f of x എന്ന് പറയുന്ന ഈ സൈൻ കർവിന്റെ ഫുറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഇതാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിലെ ഫുറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഇതാണ്. ഇനി കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്
എക്സ് ഈക്വൽ ടു 1 ഇത് കണ്ടിന്യൂസ് അല്ല. അപ്പൊ എക്സ് ഈക്വൽ ടു 1 അതിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കണം. ഇതാണ് എക്സ് ഈക്വൽ ടു 1 അതിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. എക്സ് ഈക്വൽ ടു 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാ. ഇതിന്റെ എക്സ് ഈക്വൽ ടു 1ന്റെ ഇതാണ് എക്സ് ഈക്വൽ ടു 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഈ 1 തന്നെയാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 0 ആണ്. എക്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഹൈറ്റ് 1ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 0 ആണ്. അപ്പൊ നമ്മൾ അത് എടുത്തു. എക്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 0 എടുത്തു. ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇതായിരിക്കും സം ഓഫ് ദ സീരീസ്. ദാറ്റ് ഈസ് 1/2 ഈസ് ഈക്വൽ ടു ദിസ്. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതാണ് ഫൊറിയർ എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിൽ. ഇത് കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റിൽ 1ഉം 2ഉം കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഫ്രം 1 and 2 വി ഗെറ്റ് ദിസ് റിസൾട്ട്. ഓർ ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് സൈഡിലും π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. π/2 കൊണ്ട് ഇതിന്റെ രണ്ട് സൈഡിലും π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ റിസൾട്ട്. ഇത് നമ്മൾ 1ഉം 2ഉം കൂടെ ഒന്നിച്ച് എഴുതിയിരിക്കുന്നതാണ്. 1ഉം 2ഉം കൂടെ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ 2. 1ന്റെയും 2ന്റെയും കൂടെ ഒന്നിച്ച് എഴുതിയാൽ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ 2. റൈറ്റ് സൈഡിൽ രണ്ടും ഇതാണ്. ലെഫ്റ്റ് സൈഡിൽ കണ്ടിന്യൂസ് ആയ പോയിന്റിലെല്ലാം 1ഉം 0ഉം ആണ്. കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റിൽ 1/2 ആണ്. എക്സ് ഈക്വൽ ടു 1ൽ കണ്ടിന്യൂസ് അല്ല, അവിടെ 1/2. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. 1ഉം 2ഉം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇതിനെ π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് ദിസ്. ഇതിനെയാണ് ദിസ് ഇന്റഗ്രൽ ഈസ് കോൾഡ് ഡിറിച്ലെറ്റ് ഡിസ്കണ്ടിന്യൂസ് ഫാക്ടർ. ഡിറിച്ലെറ്റ് ഡിസ്കണ്ടിന്യൂസ് ഫാക്ടർ. ഇനി ഇതിന്റെ അകത്ത് എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ കോസ് ഒമേഗ 0 ഈക്വൽ ടു 1 ആവും. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇതാവും. റൈറ്റിൽ എക്സ് ഈക്വൽ ടു 0ൽ π/2 ആണ്. ദിസ് ഇന്റഗ്രൽ ഈസ് ഇതിന് ഇതാണ് 0 to ∞ സൈൻ ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ ഈക്വൽ ടു π/2. ഇതിനെയാണ് നമ്മൾ സൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈ യു എന്ന് പറയുന്നത് 0 to u ആണ്. ഈ സൈൻ ഇന്റഗ്രലില് യു ഇൻഫിനിറ്റി ആവുമ്പോൾ, യു ലാർജ് ആവുമ്പോൾ കിട്ടുന്നതാണ് ഈ കർവ്. ഈ സൈൻ കർവിന്റെ സൈ യു ഈക്വൽ ടു 0 to സൈൻ ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗയില് ഈ യുവിന് ലാർജ് വാല്യൂ കൊടുക്കുമ്പോൾ യു ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ വാല്യൂ കിട്ടും. നമുക്ക് ഇവിടെയും ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, in the case of Fourier series, the graph of the partial sums are approximation curve of the periodic function represented by the series. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് സീരീസിന്റെ അപ്രോക്സിമേഷൻ ആയിരിക്കും തന്നിരിക്കുന്ന ഗ്രാഫ്. സിമിലർലി ഇൻ ദ കേസ് ഓഫ് ഫോറിയർ ഇന്റഗ്രൽ അപ്രോക്സിമേഷൻ, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇതാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. ഇപ്പൊ കിട്ടിയതിന്റെ അകത്ത് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഈ ഇൻഫിനിറ്റിക്ക് പോലെ എ ഇടുക. ഈ എ ഇട്ട് കഴിയുമ്പോൾ നേരത്തെ നമുക്ക് പാർഷ്യൽ സം കിട്ടിയതുപോലെ ഇതിന്റെ അപ്രോക്സിമേഷൻ കിട്ടും. ഇതാണ് ആ തന്നിരിക്കുന്ന കർവിന്റെ ഓരോ ടേമിലുള്ള അപ്രോക്സിമേഷൻ. ഇപ്പൊ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. അതിന്റെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഈ ഇൻഫിനിറ്റിക്ക് പകരം എ കൊടുക്കുക. എ ഈക്വൽ ടു 8 കൊടുത്താൽ ഇതിന്റെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ കിട്ടും. എ ഈക്വൽ ടു 8 കൊടുത്താൽ ഇതിന്റെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ അതാണിത്. ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഇവിടെ -1. ഇനി എ ഈക്വൽ ടു 16 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സെക്കൻഡ് അപ്രോക്സിമേഷൻ കിട്ടും. അതാണ് ഇതിന്റെ സെക്കൻഡ് അപ്രോക്സിമേഷൻ. ഇതാണ്. ഇനി എ ഈക്വൽ ടു 32 കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ എ ഈക്വൽ ടു 32 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇന്റഗ്രലിന്റെ തേർഡ് അപ്രോക്സിമേഷൻ കിട്ടും. ഇനി എ ഈക്വൽ ടു 64 കൊടുത്താൽ ഇതിന്റെ ഫോർത്ത് അപ്രോക്സിമേഷൻ കിട്ടും. വേറെ അപ്രോക്സിമേഷൻ. അങ്ങനെ എ ലാർജ് ആവുമ്പോൾ ഈ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ തന്നിരിക്കുന്ന എഫ്എക്സ് ആയി മാറും. ദെൻ ഫോർമുല.
0 to infinity e power minus kv cos omega v dv. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇതാണ് കിട്ടുക. ഇതിന് നമ്മൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്തു കഴിയുമ്പോൾ 0 ആയി പോകും. ഇത് ഇ പവർ മൈനസ് ഇൻഫിനിറ്റി 0 ആയി പോകും. മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുത്തു കഴിയുമ്പോൾ ഇതിന് മൈനസിന്റെ മൈനസ് ഈ ആൻസർ കിട്ടും. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട റിസൾട്ടാണ്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ അവസാനത്തെ വീഡിയോയിൽ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ആ പ്രോബ്ലത്തിൽ നമ്മൾ ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ 0 to infinity e മൈനസ് കെ വി കോസ് ഒമേഗ വി ഡി വിയുടെ കെ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറും 0 to infinity e മൈനസ് കെ വി സൈൻ ഒമേഗ വി ഡി വിയുടെ കെ ഒമേഗ ബൈ കെ സ്ക്വയർ ഒമേഗ സ്ക്വയർ. കോസ് ആണെങ്കിൽ ഇവിടെ കെയും സൈൻ ആണെങ്കിൽ ഇവിടെ ഒമേഗയും. അതാണ് വ്യത്യാസം. കോസിന് കെയും സൈനിന് ഒമേഗയും. അപ്പൊ ഈ രണ്ട് ഫോർമുലയും നമ്മൾ അടുത്ത ഇനിയുള്ള പ്രോബ്ലങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കും. ഓക്കെ. എക്സാമ്പിൾ 2. Using Fourier integral, show that 0 to infinity cos x omega plus omega sin x omega divided by 1 plus omega square dv equal to this. ഇവിടെ നമ്മൾ fx equal to 0, x less than 0 and fx equal to e power minus x if x greater than 0 എന്ന് എടുക്കുക. ഇത് നമ്മളിങ്ങനെ എടുക്കാൻ നമ്മൾ ചെയ്ത പ്രോബ്ലം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ എടുത്ത് ആണ് അത് ഓരോ പ്രോബ്ലത്തിൽ നമ്മൾ ഇങ്ങനെ ഓരോ തരത്തിൽ എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എഫ് ഓഫ് എക്സിനെ ഇങ്ങനെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഇതായിരിക്കും. ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ വേറെ എ ഒമേഗ ഈക്വൽ ടു ദിസ്. ദാറ്റ് ഈസ് ഇവിടെ എഫ് ഇവിടെ 0 to ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഇവിടെ 0 വരെ 0 ആണ്. 0 വരെ 0 ആണ്. 0ക്ക് മുകളിൽ ഇ പവർ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇ പവർ മൈനസ് എക്സ് ആണ്. ഇ പവർ മൈനസ് എക്സ് ആണ്. അപ്പം നമ്മൾ ഇ പവർ മൈനസ് വി കോസ് ഒമേഗ വി. ഈ എഫ് ഓഫ് വിക്ക് പകരമാണ് നമ്മൾ ഇ പവർ മൈനസ് വി എഴുതുന്നത്. എഫ് ഓഫ് എക്സ് ഇ പവർ മൈനസ് എക്സ് ആയതുകൊണ്ട് എഫ് ഓഫ് വി ഇ പവർ മൈനസ് വി കോസ് ഒമേഗ വി ഡി വി. ഇതിനെ നമ്മൾ നേരത്തെ ഇപ്പൊ പഠിച്ച ഫോർമുല അനുസരിച്ച്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫോർമുല അനുസരിച്ച് ഇതിന്റെ വാല്യൂ 1 ബൈ ഇത് കോസ് ആയതുകൊണ്ട് 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഈ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കും. 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് എ ഒമേഗ. ദെൻ ബി ഒമേഗ കണ്ടുപിടിക്കാം. ബി ഒമേഗ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ പഠിച്ച ഫോർമുല അനുസരിച്ച് ഇവിടെ സൈൻ ഒമേഗ വി ആയതുകൊണ്ട് ഇവിടെ ഒമേഗ ഡിവൈഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ 1 ബൈ പൈ. ഇത് രണ്ടും നമ്മൾ ഇപ്പൊ പഠിച്ച ഫോർമുലയിൽ നിന്ന് കിട്ടിയതാണ്. ദെൻ ദാറ്റ് ഈസ് എഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണിത്. കണ്ടിന്യൂസ് ആയ പോയിന്റിലെ എഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ്. ഇനി കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റിൽ എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് അല്ല. എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് അല്ല. അപ്പൊ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുത്ത് അതിന്റെ ആവറേജ് ആണ്. അതിന്റെ എഫ് ഓഫ് എക്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ഈക്വൽ ടു 0യുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0യും 0യുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇ പവർ 0 ആണ്. ദാറ്റ് ഈസ് 1 ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റിലെ ആവറേജ് 1/2 ആണ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയ പോയിന്റിൽ 1/2 ഈക്വൽ ടു ദ ഫൊറിയർ ഇന്റഗ്രലും കണ്ടിന്യൂസ് ആയ പോയിന്റിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദ ഫൊറിയർ ഇന്റഗ്രലും. ഫ്രം 1 and 2 പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1/π ഉണ്ട്. ആ 1/πനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 1/2 ആണ്. എക്സ് ഈക്വൽ ടു 0യിൽ 1/2 ആണ്. 1/2നെ ഈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π/2 ആയി. ദെൻ 0യിലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ കൊണ്ട് മൾട്ടിപ്ലൈ 0യും. ദെൻ ഇ പവർ മൈനസ് എക്സിനെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇ പവർ മൈനസ് എക്സിനെ അതിനെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ പൈ ഇ പവർ മൈനസ് എക്സ് ആണ്. We get this result. That is f of x equal to this.
ഇതിന്റെ f of x equal to 0 if x less than 0 and f of x equal to e power minus x if x greater than 0 യുടെ Fourier integral representation ഇതാണ്. Fourier integral representation കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്. കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റിൽ, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിൽ ഇതാണ്. Fourier integral representation is equal to half 1. If from 1 and 2 we get this result.